കരുതലിന്റെ സ്നേഹസ്പർശം AKG മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ, കണ്ണൂർ. സംസ്ഥാനത്തെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതിയിൽ പതിവ് ഭക്ഷണത്തിനൊപ്പം കുട്ടികൾക്ക് രുചികരമായ ഫ്രൈഡ് റൈസ് തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി എടയന്നൂർ തെരൂർ MLP സ്കൂളിൽ ഉച്ചഭക്ഷണമായി ബുധനാഴ്ച വിളമ്പിയത് ഫ്രൈഡ് റൈസ്. വിദ്യാർത്ഥികൾക്ക് കൂടുതൽ രുചികരവും പോഷകസമൃദ്ധവുമായ ഭക്ഷണം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതിയുടെ തുടക്കം. സാധാരണയായി ലഭിക്കുന്ന ചോറ് കറിയുടെയും പകരമായി ഒപ്പം ചേർന്നുണ്ടാക്കിയ ഫ്രൈഡ് റൈസ് കുട്ടികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചു. അരി, മുട്ട, കാബേജ്, ക്യാരറ്റ്, ബീൻസ്, ഉള്ളിത്തണ്ട്, ക്യാപ്സിക്കം, പച്ചമുളക്, കുരുമുളക് പൊടി, മല്ലിയില, സോസ് എന്നിവ ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഭക്ഷണം കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ടുവെന്നും രക്ഷിതാക്കളും ഈ മാറ്റത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നാണ് അധ്യാപകരുടെ പ്രതികരണം. വിദ്യാർത്ഥികൾക്ക് പോഷകമൂല്യം കൂടിയ ഭക്ഷണം രുചികരമാക്കുക എന്നതാണ് ലക്ഷ്യം. മക്കൾക്കുള്ള ഉച്ചഭക്ഷണം തയ്യാറാക്കുക എന്നതിലുപരി നമ്മൾ ഇവിടെ പുതിയ ഭക്ഷണ മെനു തയ്യാറാക്കിയ പ്രകാരം ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ അത് നമ്മളിവിടെ തയ്യാറാക്കുക. സാധാരണ നമ്മൾ നല്ല ഭക്ഷണം തന്നെയാണ് കുട്ടികൾക്ക് കൊടുക്കാറ്. അതിലുപരിയായിട്ട് കുറച്ച് പോഷകം കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മളിന്ന് ഫ്രൈഡ് റൈസ് തയ്യാറാക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് പോഷകമൂല്യം കൂടിയ ഭക്ഷണം രുചികരമാക്കുക എന്നതാണ് ലക്ഷ്യം. ഫ്രൈഡ് റൈസിനെ വിദ്യാർത്ഥികൾ ആഹ്ലാദത്തോടെ സ്വീകരിച്ചത് കാണുമ്പോൾ ആത്മസന്തോഷം നൽകുന്നുവെന്ന് പ്രധാനാധ്യാപകൻ PV സഹീർ പറഞ്ഞു. പുതുതായി പ്രഖ്യാപിച്ച മെനുവിലെ ഫ്രൈഡ് റൈസ് ഇന്ന് വിദ്യാലയത്തിൽ തയ്യാറാക്കി എന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. ഫ്രൈഡ് റൈസ് നിലവിൽ മാവേലി സ്റ്റോറിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അരി ഉപയോഗിച്ച് നല്ല രീതിയിൽ പാചകം ചെയ്തു ഇന്ന് മക്കൾക്ക് വിതരണം ചെയ്തു. കുട്ടികൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അതുവഴി നമ്മൾ കാണുന്നൊരു ഗുണം എന്ന് പറയുന്നത് എണ്ണ മയം കുറഞ്ഞുകൊണ്ട് കൂടുതൽ പച്ചക്കറികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല രീതിയിലുള്ളൊരു ഭക്ഷണ മെനു കുട്ടികൾക്ക് നൽകാൻ കഴിഞ്ഞു എന്നതാണ്. സാമ്പത്തിക ചെലവ് അധികമാണെങ്കിലും കൂടുതൽ ഫണ്ട് ഉച്ചഭക്ഷണത്തിന് അനുവദിച്ചാൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്നും പാചക സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് ഭക്ഷണം ഒരുക്കുന്നുവെന്നും പദ്ധതി കൂടുതൽ മികച്ചതാക്കാൻ ശ്രമിക്കുമെന്നും പ്രധാനാധ്യാപകൻ പറഞ്ഞു. ഉച്ചഭക്ഷണ മെനുവിൻ്റെ സർക്കാർ അംഗീകരിക്കുന്ന തുക വർദ്ധിപ്പിക്കുകയും ആ തുക സമയബന്ധിതമായി നൽകുകയും ചെയ്താൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് പ്രഖ്യാപിച്ച ഈ മെനു കുട്ടികൾക്ക് നല്ല രീതിയിൽ വിതരണം ചെയ്യുന്നതിൽ പ്രയാസമുണ്ടാവില്ല എന്ന് വിചാരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, ചാലോട്. മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ.